ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനെതിരെ നടപടി. അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനം. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി. ദേവസ്വം ബോർഡ് യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. സ്വർണ്ണ കവർച്ച കേസിൽ വിജിലൻസ് പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. 2019 ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെമ്പാക്കിയ മഹ്സറിൽ അന്നത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന സുനിൽകുമാർ ഒപ്പുവെച്ചിരുന്നു. സുനിൽകുമാറിൻ്റേത് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് നടപടിയെടുത്തത്. ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ട് വന്നിട്ടുള്ള സർവീസിലിരിക്കുന്ന ശ്രീ സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ വിരമിച്ച ജീവനക്കാർ, അവരുമായി ബന്ധപ്പെട്ട് ഇത് KSR ബാധകമായൊരു സ്ഥാപനമാണ്. റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഈ റൂൾ പ്രകാരം വിശദീകരണ നോട്ടീസ് നൽകി അവരെ വിശദീകരണം വാങ്ങുവാനും തുടർ നടപടികൾ എന്താണോ ഈ നിയമത്തിൽ പറയുന്നത് അതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ദേവസ്വം ബോർഡ് സമ്പൂർണ്ണ പരിശുദ്ധമെന്ന അഭിപ്രായം തനിക്കില്ലെന്നും മുൻ പ്രസിഡന്റുമാരുടെ കാലത്തും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂർണ്ണമായും സമ്പൂർണ്ണമായും പരിശുദ്ധമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ എത്രയോ കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരവസ്ഥ, ആ അവസ്ഥയിൽ നിന്നും എത്രയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. 98 പൂശിയ സ്വർണ്ണമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് എല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ. ദേവസ്വം ബോർഡ് യോഗത്തിനിടെ പ്രത്യേക അന്വേഷണ സംഘം ബോർഡ് ആസ്ഥാനത്തെത്തി. വിജിലൻസ് SP-യുമായി കൂടിക്കാഴ്ച നടത്തുകയും ചില പ്രധാനപ്പെട്ട രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. SITയുടെ ഉദ്യോഗസ്ഥരെത്തിയ വിവരം തനിക്ക് അറിയില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. പ്രത്യേക അന്വേഷണ സംഘം വന്നത് അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പലതും പുറത്തു വരും. ഞങ്ങൾ ദേവസ്വം ബോർഡിൽ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അതുമായി ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു അറിയിപ്പും കിട്ടി. സന്നിധാനത്തെ സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സുനിൽകുമാറിന്റെ സസ്പെൻഷൻ. സ്വർണം ചെമ്പാക്കിയത് മഹസറിൽ എഴുതിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ദേവസ്വം വിജിലൻസിന്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 9 പേരിൽ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് മുരാരി ബാബുവും സുനിൽകുമാറും. വിരമിച്ച 7 ഉദ്യോഗസ്ഥരോട് ദേവസ്വം ബോർഡ് വിശദീകരണം ആവശ്യപ്പെട്ടു. 10 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.